ഇന്ന് ഹനുമോൾ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണേ. അതിന് മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഞങ്ങൾ ഡ്രസ്സ് എടുത്താനാ പോണേ. അവിടെ സൂചിയൊന്നുമില്ല. സൂചി ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നം? ഓ എവിടെ? കാലിലോ? വരുന്നൊക്കെ ശരി. അവിടെ 10 താത്താൻ നിൽക്കരുത് കേട്ടോ. ഉറപ്പാണേ? ചതിക്കൂലല്ലോ? പോകാം. ഫോണെന്നോ? ഒന്നെന്തിനാ കഴിയുന്നേ? ഫോണോ? കുട്ടീനെ ഫോണ് മറന്നോ? എടി തിരിച്ചു വിടടി വേണ്ടി. ഫോൺ എടുക്കാൻ മറന്നു കുട്ടീനെ. ഫോൺ എവിടെ വെച്ച് പറഞ്ഞു കൊടുക്ക്. എവിടെ വെച്ചേ? എവിടെ? മേശമേലോ? നോക്കേ ഓളെ വ്യാപാരം വിളിക്കാനുള്ളതാ. ഫോൺ കിട്ടിയപ്പോൾ അവർക്ക് ആശ്വാസമായത്. ഇനി നമുക്ക് പോവാം. മൊത്തം ചെയ്യാൻ നോക്ക്. അടിപൊളി. ഇതായാലും എൻ്റെ ടിൻ സിസ്റ്ററോ? ജി എന്താ ഇവിടെ നിൽക്കുന്നത്? ഏതായാലും ഇവിടെ നിന്നാൽ മതി കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ധാരാളം. ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ ഉമ്മനെയൊക്കെ നല്ലോണം വരയ്ക്കുന്നു. ജോലി വന്നാൽ അവർക്ക് താങ്ങൂല. ഞങ്ങൾ എപ്പം ഡ്രസ്സ് എടുക്കാൻ പോയാലും ആ ഷോപ്പിലെ ഡെമ്മികളോട് ഒക്കെ എന്തോ ഒരു സ്നേഹവും വാത്സല്യം അറിയും. അത്ര പോലും സ്നേഹം ഞങ്ങളോട് കാണിക്കില്ല. ഇതാരാ? ആവേ ചേച്ചിയല്ലേ? ചേച്ചി. ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് എണീച്ചുകൊണ്ട് ആൾക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ 2 റൗണ്ട് ഓടട്ടെ, അപ്പോഴത്തേക്കും നിങ്ങൾക്കുള്ള കാര്യം നോക്കിക്കോളി. ഡെയിലി 10 കിലോമീറ്റർ ഓടിയാൽ വീട്ടുകാരുടെ തടി ആരോഗ്യമൊക്കെ കുറഞ്ഞോളൂ എന്നാണ് നമ്മൾ പറയുന്നത്. കുറച്ച് സമയം കൊണ്ട് ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത ബന്ധം കേസ്. എല്ലാമായി ഫോൺ കൊടുത്തിട്ട് പറയാം, ഇത് എടുത്തോ, ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മാൻ്റെ ഫോൺ തന്നെ വിളിക്കേണ്ടതെന്ന്. ഈ ബന്ധം ഇനി ഞാൻ വളരാൻ പറ്റില്ല. ഓക്ക് പോകുമ്പോൾ ഈ ദമിതാത്തനെയും കൂടെ വീട്ടിൽ കൊണ്ടുവരും. അതൊരു ചിലവാണ്. വരുന്നത് സ്കൂട്ടിലാണെങ്കിലും പോണെങ്കിൽ പെട്രോൾ റിക്ഷ വിളിച്ച് കൊണ്ടുവരും. ഞാനതങ്ങ് വരും. ഓളെന്നെ ഒരു നിമിഷം അവിടെ നിൽക്കില്ല എന്ന് ഇറങ്ങി. ഞാൻ സമ്മതിക്ക് ഒപ്പിട്ട് നിർത്തി. 18 അടവ് പറ്റിയിട്ടും എത്ര നേരം ഗെഞ്ചിട്ട് ഓളിനോട് മിണ്ടുന്നില്ല. ഓളിനോട് പിണങ്ങി കേസ്. ഇത് കണ്ടിട്ട് ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങൾ പിണങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെ 3 മരോടും കൂടി പുറത്തോട്ട് ലേറ്റായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന അമ്മമാർ മൊത്തം കനുണ്ടാവില്ല. അതുപോലത്തെ ഒരു കനുള്ള ഫേസും ഉണ്ടാവും കേസ്. വല്ലാത്ത രസമാണ്. ഇനിയിപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പ്ലാൻ ബി ഉള്ളൂ. പോയി ഫുഡ് അടിക്കുക. എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത ഈ ദേഷ്യമൊക്കെ മാറും. പെട്ടെന്ന് തണുക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഷേക്കും ഒരു ബർഗറും വാങ്ങിക്കൊടുത്ത കേസ്. ഇതൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ബർത്ത്ഡേ വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനലൊന്ന് കയറി നോക്കണേ.